عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളിവെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബില്ലാഹ്. ഇന്നിന്റെ നെറുകേടുകൾ, ആധുനികതയുടെ അപചയങ്ങൾ, ഇത് ദൃശ്യമാകുമ്പോൾ നാം നിരീക്ഷിക്കുമ്പോൾ എത്ര അറുവശൻ അവസ്ഥയിലേക്കാണ് സാഹചര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു പരിഹാരം പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിമനോഹരമായ അത്യുജ്വലമായ ജീവിത മാതൃകയുടെ ലോകത്തിന് വന്ന മാറ്റങ്ങൾ, സംസ്കരണങ്ങൾ, മുന്നേറ്റങ്ങൾ ഇത് നാം പഠിക്കുമ്പോൾ ഈ കാലഘട്ടം അതാണ് കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജനങ്ങൾക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുക്കുന്നു, അവരെ സംസ്കരിച്ചെടുക്കുന്നു, അവർക്ക് ഗ്രന്ഥം പഠിപ്പിക്കുന്നു, വൈജ്ഞാനിക മേഖലയിലേക്ക് അവരെ നയിക്കുന്നു. അതേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രബോധനം കൊണ്ട് ലോകത്ത് വന്ന മുന്നേറ്റങ്ങളും പരിവർത്തനങ്ങളും മാറ്റങ്ങളും ജനങ്ങൾക്കുണ്ടായ സംസ്കരണ ബോധവുമൊക്കെ ലോകം ഏറെ വാഴ്ത്തുന്ന ഒരു സാഹചര്യമല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. ലോകപ്രശസ്തനായ ചിന്തകൻ സർ വില്യം മൂറിന്റെ അതിമനോഹരമായ വീക്ഷണങ്ങൾ എത്ര പ്രസക്തം, എത്ര ചിന്താർഹം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. എല്ലാവരുടെയും വിശ്വാസം ആർജിക്കാൻ മുഹമ്മദ് നബി കഴിഞ്ഞു. പ്രവർത്തനം എന്ത് ചെയ്താലും അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. സംഭാഷണത്തിലോ പക്വത പുലർത്തുന്നതിനോടൊപ്പം മറ്റുള്ളവരുമായി സംഭാഷണ വേളയിൽ നേർക്കുനേരെ തിരിഞ്ഞിരിക്കുകയും ഹസ്തദാനം ചെയ്യുമ്പോൾ എൻ്റെ കൈകൾ ആദ്യം പിൻവലിക്കാതെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ സ്വന്തം ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഭിക്ഷ കൊടുക്കാതെ തന്നെ അത് സ്വന്തം കൈകളെ കൊണ്ട് കൊടുക്കാൻ മടിയില്ല. വീട്ടിൽ ഭാര്യമാരെ സഹായിക്കുന്ന പതിവുണ്ട്. ആടുകളെ മേയ്ക്കുന്ന പതിവ് പ്രവാചകനുണ്ട്. ചെരുപ്പ് നന്നാക്കുമായിരുന്നു. വസ്ത്രധാരണയാണെങ്കിലോ പരുക്കൻ വസ്ത്രങ്ങളാണ്. ആർക്ക് വേണമെങ്കിലും തന്നെ വന്ന് കാണാം. നിവേദക സംഘങ്ങൾ വരുമ്പോൾ അവരെ മാന്യമായി സ്വീകരിക്കുന്നു. ഭരണാധികാരി എന്ന നിലയ്ക്ക് നോക്കിയാൽ വളരെ മികവുറ്റ ഭരണമാണ്. താഴേക്കടയിലുള്ള അനുയായികളോട് പോലും നല്ല സമീപനം സ്വീകരിക്കാൻ പ്രവാചകന് മടിയില്ല. പൊങ്ങച്ചത്തിന്റെ, അഹങ്കാരത്തിന്റെ വർത്തമാനമൊന്നും അവിടെ ഇല്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇല്ല എന്നൊരു മറുപടി പ്രവാചകൻ പറയില്ല. കുട്ടികളോടെല്ലാം നല്ല വാത്സല്യം. പട്ടിണി സമയത്താണെങ്കിലും ഉള്ള ഭക്ഷണം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യും. ഇങ്ങനെ ധാരാളം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത വിശേഷങ്ങൾ അദ്ദേഹം ലൈഫ് ഓഫ് മുഹമ്മദിൽ പങ്കുവെക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടം ആഗ്രഹിക്കുന്ന, പുതിയ കാലം കാതോർക്കുന്ന മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ എല്ലാ ദർശനങ്ങളും പ്രായോഗികമായ രീതിയിൽ അവിടുന്ന് സ്വയം ജീവിതത്തിൽ കാണിച്ചു, അത് സമൂഹത്തിൽ പഠിപ്പിച്ചു. ഇന്നത്തെ ഒരു യുഗം നാം നോക്കുമ്പോൾ മനുഷ്യരെ അറിയുക എന്നുള്ളതാകാം ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പോഴിതാ എത്ര നാളുകളായി ഗസയിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കിടന്ന് മരിക്കുന്നു. വിശപ്പകറ്റാൻ കൈ നീട്ടിയിരിക്കുമ്പോൾ അവർക്ക് നേരെ നിറയൊഴിക്കുന്ന സാഹചര്യം. ഇപ്പോഴിതാ കരയിലും ആകാശത്തും വീണ്ടും യുദ്ധങ്ങളും ആയുധപ്രയോഗങ്ങളും ആരംഭിച്ചിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹം പഠിപ്പിച്ചു, കാരുണ്യം പഠിപ്പിച്ചു, സഹിഷ്ണുത കാണിച്ചു കൊടുത്തു. മനുഷ്യപ്പറ്റ് എന്താണ് എന്ന് പ്രയോഗത്തിൽ അവതരിപ്പിച്ചു. അതേ പ്രവാചകൻ പറഞ്ഞ ഒരു വാക്കിവിടെ എപ്പോഴും ഓർക്കാം. ഒരു കാലം കൂടെ വരും, കൊലയാളോട് ചോദിക്കുക നീ എന്തിനാ കൊന്നു കളഞ്ഞ? മറുപടിയില്ല. ഒരു മഖ്തൂൽ ഫീ മഖ്തിൽ, കൊല്ലപ്പെട്ടവരുടെ ആത്മാവിനോട് ചോദിച്ചാലും എന്തിനാണ് അവർ കൊന്നുകളഞ്ഞത് അവർക്കും ഒരു മറുപടി ഉണ്ടാവില്ല. ഈ ഒരു അവസ്ഥാവിശേഷം കാണുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത്
കാണിച്ച ജീവിതത്തിന്റെ എല്ലാ മാതൃകയും, വിശിഷ്യ സ്നേഹം, സൗഹൃദം, സഹിഷ്ണുത, നീതി, ധർമ്മം, സത്യം, ഇതിന്റെ ഒരു അനിവാര്യതയിലേക്ക്, പ്രാധാന്യത്തിലേക്ക് നാം കടന്നു വരേണ്ടതും ചിന്തിക്കേണ്ടതും ആധുനിക ലോകം അടുത്തറിയാൻ വേണ്ടി, ആഴത്തിൽ പഠിക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതും ഉണ്ട്. ഇറാൻ, അമേരിക്ക, മറ്റു ഗൾഫ് മേഖലകളിലൊക്കെ ഇന്ന് നിലനിൽക്കുന്ന അവസ്ഥകൾ എത്ര ദുഃഖകരം. എതിരാളികളായാലും പ്രതിയോഗികളായാലും ശത്രുക്കളായാലും എത്ര മാർദ്ദവമായിട്ടായിരുന്നു, എത്ര വിനയത്തോടെയാണ് പ്രവാചകൻ സമീപിതം. പ്രവാചകൻ ആരെയും ശപിക്കില്ല, ചീത്ത പറയില്ല, അവഹേളിക്കില്ല. ഒരു ഗ്രാമീണൻ വന്നുകൊണ്ട് പട്ടിണിയുടെ രംഗം അവതരിപ്പിച്ചു. പട്ടിണി കേട്ടാൽ പ്രവാചകൻ സഹിക്കില്ലല്ലോ, അങ്ങനെ എന്ത് ചെയ്യും? അപ്പോൾ കേട്ടിരുന്ന ഒരു വ്യക്തി പറഞ്ഞു, ഞാൻ കുറച്ച് കാരക്ക കടം തരാം. വാങ്ങി പ്രവാചകൻ കൊടുത്തു. അവധി എത്തുന്നതിന് മുമ്പ് തന്നെ അയാൾ വന്നു. അയാളുടെ പെരുമാറ്റം അല്പം പരുക്കൻ ശൈലിയിലായിരുന്നു. വസ്ത്രത്തിലൊക്കെ പിടിച്ചു വലിച്ചു എന്നൊക്കെ ചിത്രത്തിൽ കാണാം. ഇത് കണ്ടിരുന്ന ഉമർ അല്ലാഹുവിനു സഹിച്ചില്ല. അല്ലാഹുവിനു സ്വാഭാവികമായിട്ടും അല്പം ഇടപെടുമല്ലോ. പക്ഷേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ തങ്ങളെ തിരുത്തുകയാണ് ചെയ്തത്. ഉമറെ, അടങ്ങ്, എന്റെയും അദ്ദേഹത്തിന്റെയും ഇടയിൽ നല്ലൊരു മീഡിയേറ്റർ ആണ്, മധ്യസ്ഥനാണ് ഇപ്പൊ വേണ്ടത്. കടം മേടിച്ചാൽ നല്ല രീതിയിൽ കടം വീട്ടണമെന്ന് എന്നോട് പറഞ്ഞിരുന്ന ഒരാൾ, കിട്ടാനുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ചോദിക്കണമെന്ന് അദ്ദേഹത്തോടും പറയുന്ന അങ്ങനത്തെ ഒരു മീഡിയേറ്ററെയാണ് ആവശ്യം. നോക്കുക, കുഴപ്പമുണ്ടാക്കാനല്ല, അല്ലെങ്കിൽ കൊന്നുകളയാനല്ല. അതെ, അപ്പൊ ഇന്നത്തെ കാലഘട്ടം കാതോർക്കുന്നത് നല്ല മീഡിയേറ്റർമാരെയാണ്. 10,000 ഗസയിലും വിവിധ ദേശങ്ങളിലും കൊല്ലുമ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിൽ ഇണക്കത്തിനെ വണക്കത്തിനെ ഉണ്ടാക്കാൻ ഈ ജൂതന്മാരെയോ അല്ലെങ്കിൽ ഇസ്രായേലിനെയോ നിങ്ങൾ ഈ മനുഷ്യക്കുരുതി നിർത്തണമെന്ന് പറയാൻ ചെങ്കൂറ്റം കാണിക്കുന്ന തന്റേടമുള്ള മീഡിയേറ്റർമാർ രംഗത്ത് വരട്ടെ. അങ്ങനെ രൂക്ഷമായ അവസ്ഥകൾ സ്വന്തമാകട്ടെ. പ്രവാചകൻ വിശ്രമിക്കുന്ന വഴി മരച്ചുവട്ടിൽ ഉണ്ടായിരുന്നു. ഒരു ആൾ വന്ന് ആ വാളെടുത്തുകൊണ്ട്, മുഹമ്മദേ, ഈ വാളുകൊണ്ട് താങ്കളെ ഞാൻ കൈകാര്യം ചെയ്താൽ ആര് തടുക്കും? പ്രവാചകന്റെ മറുപടി, അല്ലാഹു തടുക്കും. അതും കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കരങ്ങളിൽ നിന്ന് ആ വാൾ വീണുപോയി എന്നാണ് ചിത്രം. അതേ വാൾ പ്രവാചകൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ കൈകാര്യം ചെയ്താൽ ആര് തടുക്കും? അദ്ദേഹത്തിന് പറയാറുണ്ടായിരുന്ന മറുപടി, മുഹമ്മദേ, അങ്ങയുടെ കരുണയില്ലാതെ മറ്റൊന്നും തടുക്കാനില്ല. പ്രവാചകൻ അവരെ മാപ്പ് കൊടുക്കല്ലേ. മറ്റു ജീവജാലങ്ങളോട് പോലും ഇങ്ങനെയാണല്ലോ ചെയ്തത്, അല്ലേ? ഉറുമ്പിനെ നശിപ്പിച്ച ആള് പ്രവാചകൻ തിരുത്തിയതൊക്കെ കാണാമല്ലോ. അതുപോലെ തള്ളപ്പക്ഷിയും കുഞ്ഞുങ്ങളും തമ്മിൽ കുഞ്ഞുങ്ങളെ കാണാതെ വിഷമിച്ച തള്ളക്കുഞ്ഞിന്റെ വിഷമം മനസ്സിലാക്കി, തള്ളയുടെ വിഷമം മനസ്സിലാക്കി, ആരാണ് ഇതിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചത് എന്ന് പ്രവാചകൻ ചോദിച്ചതുമൊക്കെ. അപ്പോൾ പക്ഷികളാകട്ടെ മൃഗങ്ങളാകട്ടെ അവരോടൊക്കെ കാരുണ്യം ഉള്ള സമീപനമാണ്. നല്ലൊരു കുടുംബജീവിതം നയിച്ചു. സർ വില്യം മൂർ പറയുന്നത് പോലെ ഭാര്യമാരുമായി വളരെ സന്തോഷം പങ്കിട്ടു. ഐഷാബിയുടെ ചോദ്യമുണ്ട്, പ്രവാചകന്റെ സ്വഭാവം എന്തായിരുന്നു? ഖുർആനായിരുന്നു നബി തങ്ങളുടെ സ്വഭാവം. എന്ന് പറഞ്ഞാൽ ഒന്നും വിട്ടുകളയാനില്ല, തള്ളിക്കളയാനില്ല. മാതൃകാപരമായ സമീപനമെന്ന് കൊണ്ട് സപ്പോർട്ട് കിട്ടണമെങ്കിൽ എത്ര മനോഹരമായ കുടുംബ ചുറ്റുപാടാകണം പ്രവാചകൻ നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഹൃദയം വളരെ ലോലമായ പ്രവാചകന്റെ മറ്റുള്ളവരോടും സമീപനവും മാർദ്ധവ സമീപനം സ്വീകരിക്കാൻ ഉപദേശിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. ആരെയും എതിർക്കുകയോ പകവീട്ടുകയോ ചെയ്യുന്ന ഒന്നുമില്ല. കണ്ടില്ലേ, മക്കം ഫതഹ് വേളയിൽ എത്രയോ ജനങ്ങൾക്ക് പ്രവാചകൻ മാപ്പ് കൊടുത്തത്. ഉപദ്രവിച്ചവർക്ക്, നാട് കടത്തിയവർക്ക് വിട്ടുവീഴ്ച ചെയ്യാനുള്ള വെച്ചത്. ഫതഹിന്റെ അവസരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ ഉദാല അവിടെ പതുങ്ങിയിരുന്നിരുന്നു. തക്കം കിട്ടിയാൽ പ്രവാചകനെ വകവരുത്തണം. എന്നാൽ അടുത്തെത്തിയപ്പോൾ പ്രവാചകൻ അങ്ങോട്ട് ചോദിച്ചു, ഇത് ഹുദാലയല്ലേ? പ്രവാചകനക്കത് മനസ്സിലായി. അതെ, എന്താ മനസ്സിലിങ്ങനെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ എന്തോ പടച്ചവനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ്, പ്രവാചകൻ പറഞ്ഞു. അങ്ങനെ ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കൈവച്ചു. അതോടെ അദ്ദേഹത്തിന്റെ മനസ്സെല്ലാം മാറ്റങ്ങൾ വന്നു, മനോഭാവം മാറി. പ്രവാചകന്റെ അനുയായിയായി മാറുന്ന ഒരനുഭവമാണ് കാണാൻ കഴിഞ്ഞതെങ്കിൽ ചെയ്യും സ്നേഹവും സഹിഷ്ണുതയും സൗഹൃദവും അങ്ങോട്ട് സമ്മാനിച്ചപ്പോൾ പ്രവാചകൻ പ്രബോധനം ചെയ്ത ആശയങ്ങൾക്ക് നല്ല സ്വീകാര്യത, വിതരണം, കടുതലൈന അംഗീകാരം ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ലോകത്ത് ഇസ്ലാമത്തെ പ്രചാരമുണ്ടായത് മുഹമ്മദ് നബിയുടെ വാളിന്റെ വിജയം കൊണ്ടല്ല, മറിച്ച് അവിടുത്തെ സ്നേഹം കൊണ്ടായിരുന്നു, സഹിഷ്ണുത കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞുവെങ്കിൽ
ഇന്നത്തെ ലോകത്തിന്റെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഈ ഒരു സ്നേഹ മനോഭാവമാണ് പരിഹാരത്തിന് വേണ്ടത്. ബർണാഡ് ഷാ പറഞ്ഞല്ലോ, ആധുനിക ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെങ്കിൽ മുഹമ്മദ് നബിയെ പോലത്തെ വ്യക്തികൾ രാജ്യത്തിന്റെ സാരഥ്യം വഹിക്കട്ടെ. അപ്പോൾ അവിടെ സമാധാനമുണ്ടാകും, ശാന്തി ഉണ്ടാകും, സൗഹൃദമുണ്ടാകും. സമാധാനവും ശാന്തിയും രൂപപ്പെടുമ്പോൾ രാജ്യത്ത് വികസനമുണ്ടാകും, പുരോഗതി ഉണ്ടാകും. അതെ, പുരോഗതിക്കും വികസനത്തിനും നാടിന്റെ വളർച്ചയ്ക്കും സമൂഹത്തിന്റെ സുരക്ഷയ്ക്കും പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് പ്രബോധനം ചെയ്ത ആശയങ്ങൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. ആധുനിക ലോകം അടുത്തറിയാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് വേണ്ടത്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിശ്ചയം അല്ലാഹുവിന്റെ പ്രവാചകരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആധുനിക ലോകം ഈ മഹിത ദർശനങ്ങളെ അടുത്തറിയാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. പ്രകാശപൂരിതമായ 1501 ജന്മദിന ഓർമ്മകൾ നമ്മിൽ റബീഉൽ അവ്വൽ 12 നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ ആ തിരുദർശനങ്ങൾ ഏറെ പഠിക്കാനും പകർത്താനും നമുക്കൊക്കെ പ്രതിജ്ഞാപ്തരാകാം. ജഗന്യന്താവായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഹുദഅവാനാ അൽഹംദുലില്ലാഹ്.